ഹലോ, അങ്ങനെ മറ്റൊരു വീക്കെൻഡ് റൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ജസ്റ്റ് ഗ്യാപ്പ് റോഡിലേക്ക് ഒരു യാത്ര. ഗ്യാപ്പ് റോഡ് ചെല്ലുക, 2 റൗണ്ട് വണ്ടി ഓടിക്കുക, തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് റോഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ആനയിറങ്ങൽ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ കാണുന്നത്. അപ്പോൾ ഓർത്ത് വന്നാൽ അങ്ങോട്ടേക്കൊന്ന് പോയി ഒരു വിസിറ്റ് ചെയ്തിട്ട് വരാം. ഇതാണ് ആനയിറങ്ങൽ ഡാമിൻ്റെ ബോട്ടിംഗ് നടത്തുന്ന ആ സ്ഥലത്തേക്കുള്ള എൻട്രൻസ്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. ഈ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഈ പച്ചപ്പൊക്കെ കണ്ട് സൈഡിലെ ആ ലേക്കിൻ്റെ വ്യൂ ഒക്കെ കണ്ടാണ് നമ്മുടെ യാത്ര. ഇത് നേരെ ചെന്ന് എത്തുന്നത് ആനയിറങ്ങൽ ഡാം ബോട്ടിംഗ് സെൻറ്ററിലേക്കാണ്. അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ ഞങ്ങൾ തിരക്കിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ബോട്ടിംഗ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ബോട്ടിംഗ് ഓപ്ഷൻ നിലവിലില്ല എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വ്യൂ അപാരം തന്നെയാണ്. നമ്മൾ അതിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറണമെന്നൊന്നുമില്ല. ബോട്ടിംഗ് നടത്തിയില്ലെങ്കിൽ പോലും ഈ സൈഡിൽ കാണുന്ന വ്യൂവും അവിടുത്തെ തേയിലത്തോട്ടവും എല്ലാം വളരെ മനോഹരമാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഞങ്ങളിപ്പോൾ പോകുന്നത് ഈ ലേക്കിൻ്റെ മറ്റൊരു വ്യൂ പോയിന്റിലേക്കാണ്. ഇന്നത്തെ ഈ ട്രിപ്പിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള യാത്ര തന്നെയാണ്. മൂന്നാറിൻ്റെ ആ ഒരു മനോഹാരിത വളരെ സൈലൻ്റായിട്ട് നിങ്ങൾക്ക് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ടിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിച്ചാൽ മതി. ലേക്കിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഇതേപോലത്തെ തൂക്കുപാലങ്ങളാണ്. വളരെ കൂളായിട്ടാണ് ഇവിടുത്തെ തോട്ടം തൊഴിലാളികളായ ചേച്ചിമാർ തലയിൽ ചുമടുമായിട്ട് വെറും പലക കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഈ തൂക്കുപാലത്തിലൂടെ നടന്നു പോകുന്നു. മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്ക് നിങ്ങൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു റൈഡ് വരികയാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണിത്. കാരണം മൂന്നാറിൻ്റെ ആ ഗ്യാപ്പ് റോഡിൻ്റെയൊക്കെ റഷിൽ നിന്ന് മാറി കുറച്ചും കൂടി സമാധാനപരമായിട്ട് നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്.